നമസ്കാരം എല്ലാ മച്ചന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീഡിയോ സെറ്റപ്പൊക്കെ മാറ്റിയിരിക്കുകയാണ്, പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സ്വന്തം ബേബി, നമ്മുടെ തിയാഗോനെയാണ്. അപ്പോൾ കുറേ ആൾക്കാർ വണ്ടി എടുത്തപ്പോൾ തൊട്ട് റിവ്യൂ ഇടുന്നു പറഞ്ഞിങ്ങനെ മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു വണ്ടി മേടിച്ച വഴി റിവ്യൂ ചെയ്യാനായിട്ട് എനിക്ക് വണ്ടിയെക്കുറിച്ച് ഒന്നാമത് വലിയ കാര്യങ്ങൾ അറിയില്ല. രണ്ടാമത്തെ കാര്യം, ഒരു വണ്ടി ഉപയോഗിച്ച് നോക്കാതെ അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം പറയും, അല്ലെങ്കിൽ അതിൻ്റെ വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാനായിട്ട് അറിയില്ല. അപ്പോൾ ഞാനിപ്പം ഏകദേശം ഒരു മാസമായിട്ട് വണ്ടി ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസമാണ് ഞാൻ വണ്ടി എടുത്ത്. അപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞു. അപ്പം ഒരു 1000 കിലോമീറ്റർ പ്ലസ് ഓടിച്ചു. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. എന്നുവെച്ചാൽ ഒരു മാസം കൊണ്ടെന്ന് വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും വണ്ടിയൊന്നും ഓടിക്കുന്നില്ലായിരുന്നു. ഏകദേശം ഒരു 10-15 ദിവസം വണ്ടി ഓടിച്ചുള്ളൂ. എന്നുവെച്ചാൽ 15 ദിവസം ഞാൻ ഹോസ്പിറ്റലായിരിക്കും, 15 ദിവസം മാത്രമേ വീട്ടിൽ വരാറുള്ളൂ. അപ്പോൾ ഞാൻ ഒരു 15 ദിവസം ഓടിച്ചു. അപ്പം ഏകദേശം 1000-ൽ കൂടുതൽ കിലോമീറ്റർ എൻ്റെ വണ്ടി ഓടിക്കഴിഞ്ഞു. അപ്പം ഈ ഒരു വണ്ടിയുടെ ഒരു ചെറിയ റിവ്യൂ എനിക്കറിയാവുന്ന രീതിയിൽ, ഒരു നോർമൽ ആൾ, അതായത് വലിയ എക്സ്പേർട്ടുകൾ റിവ്യൂ ചെയ്യുന്ന പോലെയല്ല, എൻ്റെ ഒരു ഈ വണ്ടിയുടെ അനുഭവം, ഈ വണ്ടിയുമായിട്ടുള്ള എൻ്റെ അനുഭവം. അതുപോലെ തന്നെ നിങ്ങൾ കുറേ ആൾക്കാർ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യനൊക്കെ ഉള്ള ആൻസറുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നൽകാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വണ്ടീനെക്കുറിച്ച് ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി. നമുക്ക് അറിയുന്ന രീതിക്കൊക്കെ പറഞ്ഞു തരാവുന്നതാണ്. എനിവേ സമയം കളയുന്നില്ല, നമുക്ക് ഈ ഒരു വണ്ടിയുടെ റിവ്യൂ ഒന്ന് കണ്ടു നോക്കാം. അപ്പം ഇതാണ് നമ്മുടെ തിയാഗോ എന്ന് പറയുന്നത്. നമ്മൾ എടുത്തിരിക്കുന്നത് തിയാഗോയുടെ XZ എന്ന് പറയുന്നൊരു വേരിയൻ്റ് ആണ്. അതായത് ഓട്ടോമാറ്റിക് വെർഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഈ വണ്ടി എടുക്കാനുള്ള കാരണം ഇതിൽ ഒരുപാട് എയർ ബാഗ് ഉണ്ടോ, ടച്ച് സ്ക്രീൻ ഉണ്ടോ, അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ ചോദിച്ചിരുന്നു. അതെല്ലാം ഞാൻ വഴിയെ പറയുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു വണ്ടി എടുക്കാനുള്ള കാര്യം പറയാം. ഇതിൻ്റെ ഒരു മേക്കിംഗ് ക്വാളിറ്റി, അല്ലെങ്കിൽ ഒരു ബിൽഡ് ക്വാളിറ്റിയാണ് ഈ ഒരു വണ്ടിയിലോട്ട് ഞാൻ എത്തിപ്പെടാനുള്ള കാരണം. അതായത് ഇതിനു മുമ്പ്, ഈ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ സ്വിഫ്റ്റ്, അതുപോലെ തന്നെ സാൻഡ്രോ, ഇതൊക്കെ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നു. അപ്പം എനിക്ക് ആ വണ്ടിയിൽ നിന്നൊക്കെ കിട്ടിയേക്ക ഒരു എന്താ പറയുക കംഫർട്ട് എല്ലാം ഈ ഒരു വണ്ടിയിലാണ് ഫീൽ ചെയ്തത്. പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു എന്താ പറയുക ക്വാളിറ്റിയെക്കുറിച്ചും പവറിനെക്കുറിച്ചും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, BMW ആയിട്ട് ഇടിച്ചതും അങ്ങനെ പല പല വണ്ടിയായിട്ട് ഇടിച്ചിട്ടും നമ്മുടെ പുലിക്കുട്ടി നല്ല പക്കയായിട്ട് കിടക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. അപ്പം ഈ ഒരു വണ്ടി എടുക്കാൻ 6 ലക്ഷം രൂപയാണ് എനിക്കത്. ഒരുപാട് ആൾക്കാർ എത്ര രൂപയാണെന്നൊക്കെ ചോദിച്ചായിരുന്നു. 6 ലക്ഷം രൂപയാണ്. അതായത് ഓട്ടോമാറ്റിക്കിൻ്റെ ഫുൾ ഓപ്ഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും ടാറ്റയുടെ ഒരു എംബ്ലം കൊടുത്തിരിക്കുന്നതും പിന്നെ ഒരു ഗ്രില്ല് പോലത്തെ സംഭവം കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ ഇതിൽ ഫോഗ് ലാമ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് രജിസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ല, രജിസ്റ്റർ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അതിന് മുമ്പ് തന്നെ റിവ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു മഞ്ഞ കളർ കൂടെ കാണുന്നത്. അപ്പോൾ പിന്നീട് നമുക്ക് ഫ്രണ്ടിൽ പറയാൻ വേറെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ തിയാഗോയുടെ എല്ലാ റിവ്യൂസൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ കൂടുതൽ പറയേണ്ട, ഫോഗ് ലാമ്പ് ഉണ്ടെന്ന് ഞാൻ കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടിയുടെ ഉള്ളിലോട്ട് കയറിയിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിപ്പോൾ വണ്ടിയുടെ ഉള്ളിലായിരിക്കുന്നത്. എനിക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടായിട്ട് എനിക്ക് നല്ല കംഫർട്ടായിട്ട് ഈ വണ്ടിയിൽ ഇരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കീ കാണിച്ചില്ലായിരുന്നു. ഇതാണ് നമ്മുടെ കീ വരുന്നത്. നമുക്ക് റിമോട്ട് പോലത്തെ സംഭവമാണ് വരുന്നത്. ഇതിനകത്ത് ലോക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ ഒരു കീയും വരുന്നുണ്ട്. അപ്പം പിന്നെ എക്സ്ട്രാ ഒരു കീയും കൊടുത്തിട്ടുണ്ട്. കീ നമുക്ക് ജസ്റ്റ് ഇടാൻ കൂടെ. അപ്പം എനിക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടായിട്ടും ഇതിനകത്ത് നല്ല അടിപൊളിയായിട്ട് കാലൊക്കെ വെച്ചിരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു വെർഷന് ഇതിനകത്ത് ടച്ച് സ്ക്രീൻ വരുന്നില്ല. അതായത് ഞാൻ എടുക്കുന്ന ടൈമിൽ ഓട്ടോമാറ്റിക് വെർഷനിൽ ടച്ച് സ്ക്രീൻ വരുന്നില്ലായിരുന്നു. ഇപ്പം അവരുടെ പുതിയ വെർഷൻ പുതിയതെന്തോ വരുന്നുണ്ട്, ഫുൾ ഓപ്ഷൻ ചേഞ്ച് ചെയ്തത് ടച്ച് സ്ക്രീനൊക്കെ ആയിട്ട് വരുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു. അതായത് 7 ലക്ഷം രൂപ അടുത്താവും. അപ്പോൾ ഞാൻ എടുക്കുന്ന സമയത്ത് ഫുൾ ഓപ്ഷനിൽ എനിക്ക് ടച്ച് സ്ക്രീൻ അവൈലബിൾ അല്ല. എനിക്ക് വരുന്നത് ജസ്റ്റ് ഒരു ചെറിയ സ്ക്രീൻ മാത്രമാണ്. പക്ഷേ ഞാൻ ഹാപ്പിയാണ് ആ ഒരു സ്ക്രീൻ കൊണ്ട്. നമുക്ക് ടച്ചല്ല, ഒരു ചെറിയ സ്ക്രീനുള്ളൂ. അതായത് വലിയ ഫുൾ സ്ക്രീൻ, വലിയ എന്താ പറയുക 7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയും ടച്ച് സ്ക്രീനൊന്നും അല്ല വരുന്നത്. ഒരു ചെറിയ ഡിസ്പ്ലേ ആണ്. അതിൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം കാണാനായിട്ട് സാധിക്കും. നമുക്ക് മീഡിയ ഓപ്ഷൻ ഉണ്ട്. മീഡിയ ഓപ്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ FM നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാം, അങ്ങനെയുള്ള സെറ്റപ്പുണ്ട്. ഈ ഒരു ചെറിയ സ്ക്രീനിൽ തന്നെ നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നാവിഗേഷൻ എല്ലാം ഈ ഒരു ടാറ്റയുടെ ആപ്ലിക്കേഷൻ വഴി സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എനിക്ക് അത്യാവശ്യം ടച്ച് അല്ലെന്നെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും തന്നെ ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. നമുക്ക് എല്ലാ സെറ്റപ്പുകളും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത്. ഓട്ടോമാറ്റിക് AC ഒന്നുമല്ല, മാനുവൽ കൺട്രോൾ ചെയ്യുന്ന AC ആണ് വരുന്നത്. അപ്പം ഇതാണ് എന്താ പറയുക ഓട്ടോമാറ്റിക് ഗിയർ സെറ്റപ്പ് വരുന്നത്. നമുക്ക് ഗിയർ മാറ്റേണ്ട വിഷയമൊന്നുമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരും. പിന്നെ ഇവിടെ മാനുവൽ എന്ന് പറയുന്നത് AMG ഗിയറാണ് വരുന്നത്. അപ്പം മാനുവലിലോട്ട് മാറ്റിയിട്ടും വണ്ടി ഡ്രൈവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിൽ ഇപ്പം എൻ്റെ വണ്ടിയിൽ പറയുവാണെങ്കിൽ ഇല്ലാത്ത റിവേഴ്സ് ക്യാമറ ഇല്ല, റിവേഴ്സ് സെൻസർ മാത്രമേ ഉള്ളൂ. വണ്ടി എടുത്ത സമയത്ത് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഓക്കെയാണ്. വണ്ടി ഈ സെൻസർ ഉപയോഗിച്ച് തന്നെ വണ്ടി റിവേഴ്സ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ക്യാമറ ഇല്ല എന്ന് പറഞ്ഞത് ഒരു പോരായ്മയായിട്ട് തോന്നി. പിന്നീട് നമുക്കിതിനകത്ത് 2 എയർ ബാഗാണ് വരുന്നത്. പിന്നെ സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിലും എന്താ പറയുക ഹൈറ്റ് പൊക്കാനും പറ്റും. അതുപോലെ തന്നെ ബാക്കിലോട്ടൊക്കെ ടിൽറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ നമ്മുടെ സ്റ്റിയറിംഗ് ഉണ്ടോ, സ്റ്റിയറിംഗ് നമുക്ക് ആവശ്യാനുസരണം
ഉയർത്താനും താഴ്ത്താനൊക്കെ സാധിക്കുന്ന സെറ്റപ്പ് ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ സൗണ്ടിൻ്റെ കാര്യം, നമ്മുടെ ഹർമൺ അങ്ങനെ JBLൻ്റെ സെറ്റപ്പ് കണ്ടാണ് ഇതിൻ്റെ അകത്ത് സൗണ്ട് വരുന്നത്. ഞാൻ ഈ ഒരു കാറ്റഗറിയിലുള്ള പല വണ്ടിയിൽ ടെസ്റ്റ് ചെയ്തിട്ടും ഇതിൻ്റെ ഒപ്പം പിടിക്കാവുന്നൊരു സൗണ്ട് സിസ്റ്റം വേറെ ഒരു വണ്ടിയിലും കണ്ടില്ല. ഒരു രക്ഷയില്ലാത്ത സൗണ്ടിൻ്റെ അല്ലാതെ സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളുമാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇടി എന്ന് വെച്ചാൽ നല്ല മാരക ഇടി, അതായത് നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ളൊരു സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ സെറ്റപ്പ്. ഇനി നമുക്ക് ബാക്കിലോട്ട് പോയിട്ട് ബാക്കിലത്തെ ലെഗ് സ്പേസും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരും. ഇവിടെ നല്ല പക്ക ലെഗ് സ്പേസ് ഉണ്ട്. അതുപോലെ ഡ്രൈവർക്ക് എൻ്റെ കാണാൻ സാധിക്കും, അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. എന്നിട്ട് നല്ല രീതിക്ക് എനിക്ക് കാല് വെക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഡ്രൈവർക്കും ഇതേ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് ബാക്കിലോട്ട് നോക്കാം. അതുപോലെ തന്നെ ഈ ഡോറിൻ്റെ സൈഡിലുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഡോറിൻ്റെ സൈഡിൽ എന്താ പറയുക, ബോട്ടിൽസ് എല്ലാം വെക്കുന്നുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട്. അതുപോലെ തന്നെ 4 വിൻഡോയും കൺട്രോൾ ചെയ്യാൻ എനിക്ക് ഇവിടെ സാധിക്കും, ലോക്ക് ചെയ്യാനും പറ്റും. പിന്നെ ഓരോ വിൻഡോയിലും വിൻഡോ കൺട്രോൾ ചെയ്യുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ അല്ലാതെ വേറെ ഒന്നും നമുക്ക് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഡോറിൻ്റെ സൈഡിൽ വരുന്നില്ല. പിന്നീട് നമ്മൾ നമ്മുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമുക്ക് 2 മിററും ഈ ഒരു സൈഡിൽ ഇരുന്നുകൊണ്ട് തന്നെ ഡ്രൈവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാനൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ നമ്മുടെ വണ്ടിയുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇനി ബാക്കിലെ സീറ്റിലിരുന്ന് എങ്ങനെയാണ് അതിൻ്റെ ലെഗ് സ്പേസും കാര്യങ്ങളൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബാക്കിലെ സീറ്റിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ഞാൻ കാണാൻ സാധിക്കും, എനിക്ക് ഫ്രണ്ടിൽ അത്യാവശ്യം ഞാൻ ഇറക്കിയൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് പോലും എനിക്ക് കാല് നല്ല രീതിക്ക് നീട്ടി വയ്ക്കാവുന്ന, നല്ല ഫ്രീ ആയിട്ട് കാല് വയ്ക്കാവുന്ന ഒരു എന്താ പറയുക ലെഗ് സ്പേസ് ഇവിടെ, കാല് നല്ല ഫ്രീ ആയിട്ട് വയ്ക്കാവുന്ന അത്രയും സ്പേസ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ബാക്കിലിരിക്കുന്ന എന്താ പറയുക പാസഞ്ചർക്ക് കൈയൊക്കെ വെച്ച് നല്ല വിശാലമായിട്ട് ഇരുന്ന് പോകാനുള്ളൊരു സെറ്റപ്പും ബാക്കിലോട്ട് വരുന്നുണ്ട്. അപ്പം ബാക്കിലും പക്കയാണ്. നമുക്ക് 3 പേർക്ക് സുഖമായിട്ട് ഇതിനകത്ത് ഇരുന്ന് പോകാം. 2 പേർക്കാണെങ്കിൽ സുഭിക്ഷമായിട്ടിരിക്കാം. 3 പേർക്കാണെങ്കിൽ ഒരു 2 വലിയ ആൾക്കാർക്കും ഒരു കുട്ടിക്കാണെങ്കിലും സുഖമായിട്ടിരിക്കാൻ സാധിക്കും. പിന്നെ നമ്മുടെ ചില വണ്ടികളിലൊക്കെ ബാക്കിലോട്ടൊരു AC-യുടെ വിൻഡോ വരുന്ന കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ബാക്കിലോട്ട് ഇവിടുന്ന് ഒരു AC വിൻഡോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ഓക്കെയാണ്, ഫ്രണ്ടിൽ കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ബാക്കിൽ അതിൻ്റെ സ്പേസ് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതാണ് തിയാഗോയുടെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. ബാക്ക് സൈഡിലോട്ട് നോക്കുമ്പോൾ നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസിലോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയ ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. അത്യാവശ്യം നമുക്ക് 2 വലിയ പെട്ടികളും ഒരു ചെറിയ പെട്ടിയൊക്കെ നമുക്ക് സുഖമായിട്ട് ഇതിൽ വെച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്ക് ഇതിൽ ബാക്കിലോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ബാക്കിലും ടാറ്റയുടെ ഒരു എംബ്ലം കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നീട് ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. 170 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വണ്ടിക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം അടിത്തട്ടാതെ തന്നെ നമുക്ക് വണ്ടി കൊണ്ടു നടക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് ബാക്കിൽ മറ്റേ സെൻസറുകളും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നീട് നമുക്ക് ഈ വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് 1199 cc ഒരു 3 സിലിണ്ടർ എഞ്ചിനാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചതാണ് ഈ വണ്ടിയുടെ മൈലേജ് എത്രയാണെന്ന്. കമ്പനി അവകാശപ്പെടുന്നത് ഓട്ടോമാറ്റിക്കിനാണെങ്കിൽ കമ്പനി അവകാശപ്പെടുന്നത് 19 കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് എന്ന് പറയുന്നത്. മാനുവൽ ട്രാൻസ്മിഷൻ ആണെങ്കിൽ 23 പറയുന്നുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ വണ്ടി എടുത്ത ടൈമിൽ 14 കിട്ടുന്നത്. ഇനി അത് സർവീസും കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ കൂടുമെന്നാണ് പറയുന്നത്. ഇനി അതൊക്കെ കണ്ടറിയണം. കൂടുമെന്നാണ് ഉപയോഗിച്ചവരെല്ലാം പറയുന്നുണ്ട്. അപ്പം ഇപ്പം നിലവിൽ എനിക്ക് 14.3 വരുന്നത് മൈലേജ്. ഒരു ആവറേജാണ്, കറക്റ്റല്ല. ഞാൻ അത്യാവശ്യം AC കിട്ടുക തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കിട്ടുന്ന മൈലേജാണ്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ പവർ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 84 bhp 6000 RPM ഒക്കെയാണ് വരുന്നത്. അങ്ങനെ എന്തൊക്കെയാണ്, എനിക്ക് വലിയ ഐഡിയകളൊന്നുമില്ല. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ 3-4 കളറുകളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഓറഞ്ച് ഒന്നും അല്ലെങ്കിൽ ബ്ലൂ ഒന്നും ഈ ഒരു ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ അവൈലബിൾ അല്ല. അപ്പം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ വരുന്നത്. AMG ഗിയറും ആണ് വരുന്നത്. പിന്നെ സ്പോർട്സ് മോഡുണ്ട്. പിന്നെ നമുക്ക് സ്റ്റിയറിംഗിൽ തന്നെ അത്യാവശ്യം കൺട്രോളും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതായിരുന്നു. അപ്പം ഇത്രയൊക്കെയാണ് ഈ വണ്ടീനെക്കുറിച്ച് എനിക്ക് പറയാനായിട്ട് അറിയുള്ളൂ. ഇനിയിപ്പം നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുവാണെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. എനിവേ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇനി ഈ വണ്ടീനെക്കുറിച്ച് എന്തെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിൽ അതുകൂടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. എനിവേ നാളെ മറ്റൊരു കിടിലൻ വീഡിയോ കാണുമ്പോഴേക്കും ബൈ ഗൈസ്.